നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സിനിമയാണ്, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. മലയാളം സിനിമയെ പറ്റി ഒരുപാട് ചർച്ചകൾ നടന്നു, പോഡ്കാസ്റ്റുകളും റിവ്യൂസും. മലയാളം സിനിമയെ പറ്റി പറയാൻ നമുക്ക് യോഗ്യതയുണ്ട്. നമ്മള് വർഷങ്ങളായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ സിനിമകൾ കാണുന്ന പ്രേക്ഷകരാണ്. ഏത് ദൂരദർശനിൽ വരുമ്പോഴല്ലേ നീ കാണുന്നത്? ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്ത് കാണുന്ന സിനിമ കാണുകയും പിന്നീട് കേബിളിൽ കണ്ട്, കാസറ്റ് ഇട്ട് കണ്ട്, CD ഇട്ട് കണ്ട്, DVD ഇട്ട് കണ്ട്, തിയേറ്ററിൽ കണ്ട്, OTT-ലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനറേഷൻ സിനിമ എനിക്ക് പറയാം. എനിക്കും പറയാം. മലയാളം സിനിമ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മളീ ഏത് പേങ്ങനും മലയാള സിനിമയെ പറ്റി പറയാം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ ഏത് ദാരിദ്ര്യമുള്ളവനും ഈ സാധനത്തിനെ പറ്റി പറയാം. കണ്ടന്റ് ദാരിദ്ര്യമുള്ളവനും അതാണ് ഇന്ന് മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത്. അവരും പറയുന്നത്, അതായത് ഇങ്ങനെ ആര് വേണമെങ്കിലും വന്ന് റിവ്യൂ ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയിലെ വലിയ പ്രശ്നം എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇൻഡസ്ട്രിയിലെ പ്രശ്നം ഈ റിവ്യൂ ചെയ്യുന്നതാണോ അതോ ഇൻഡസ്ട്രിയിലെ ക്വാളിറ്റി കുറഞ്ഞതാണോ? പൈറസിയാണ് ഇൻഡസ്ട്രി. ശരി, ഞാൻ ടെലിഗ്രാമിൽ കാണാറില്ല. ഞാൻ OTT കാശ് കൊടുത്താണ് കാണുന്നത്. ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ സാധനം ഉണ്ടാക്കാറില്ലെങ്കിലും. അല്ല, അപ്പൊ നീ ഏത് രീതിയിലാണ് ആർട്ടിസ്റ്റ്? അതും കൂടി പറയും, പ്രേക്ഷകർക്ക് അറിയില്ല. ഹായ്, ഐ ആം ദീപക് മോഹൻ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. അത് പറയാൻ മതി. ദീപക് മോഹൻ പ്രമുഖ സ്റ്റാൻഡപ്പ് കോമിക്കാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലേ? ഓ, അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. മലയാളം സിനിമയെ റിവ്യൂ ചെയ്യുന്നു, ഇൻട്രൊഡക്ഷൻ ഇല്ല. ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്ന അടുത്ത നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്. ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചിട്ട് എഴുന്നേക്കാൻ പറ്റുള്ളൂ. അതെ, പോഡ്കാസ്റ്റ് കഴിഞ്ഞ ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ തീരാന്നുള്ളതാണ്. മിക്കവാറും തീരും. അപ്പൊ അതുകൊണ്ട് പരിചയപ്പെടുത്താം. എന്റെ പേര് അനീസ് എം ലത്തീഫ്. എന്റെ ഫുൾ നെയിം അനീസ് എം ലത്തീഫ്. സ്റ്റാൻഡപ്പ് കോമിക്കാണ്. എക്സ് ഒന്നുമില്ല. എന്റെ പേര് ദീപക്. ഞാൻ ഏതിന് എനിക്ക് ഇന്നലെ സ്റ്റാൻഡപ്പിൽ പറഞ്ഞ ആൾക്കാർ ചിരിക്കാണ്. ഇന്നലെ സ്റ്റാൻഡപ്പിൽ അനീസ് ഇങ്ങനെ IIT ആയെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചിരിക്കണം. സന്തോഷം സിനിമ ഞാനല്ല വിഷയം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. എന്റെ പേര് ദീപക്, ഞാനൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. അടുത്ത് മഹാദേവൻ. പരിചയപ്പെടുത്തടാ. നിനക്കെന്തൊരു അഹങ്കാരം, നിന്നറിയാന്നുള്ളത് അറിഞ്ഞോ? പറ. കാണൂല എന്നുള്ളതാണ്. ഞാൻ ജോൺ ജോ. ഇവരെല്ലാരും സ്റ്റാൻഡപ്പ് കോമിക് ആണെങ്കിൽ ഞാനും സ്റ്റാൻഡപ്പ് കോമിക് തന്നെയാണ്. സിനിമാക്കാരനായിരിക്കുമല്ലോ. ഞാൻ സിനിമാക്കാരനും കൂടിയാണ്. സിനിമാക്കാരനാണ്. ഇവിടെ സിനിമയെ പറ്റി പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യത ജോൺ ജോ ആണ്. കാരണം ജോൺ ജോ രണ്ട് എത്ര സിനിമയിൽ വന്നിട്ടുണ്ട്? ജോൺ ജോ ട്രാൻസ് അല്ല, എണ്ണണ്ട ധാരാളം. അതെ, ചാർലിയില് മോളിൽ നിന്നൊരു ഷോട്ട്. അപ്പൊ ജോൺ ജോ ഇങ്ങനെ തല ഇങ്ങനെ കാണിച്ചു, അപ്പൊ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. അത് ഇങ്ങനെ ഇവിടെ നിന്ന് ലൈറ്റ് അടിച്ചിട്ട് ഇവിടെ നിന്ന് ക്യാമറ തന്നെ കിട്ടും. അല്ല, ചാർലിയിലെ ആദ്യത്തെ ഷോട്ട് ജോൺ ജോന്റെ ആദ്യത്തെ ഷോട്ടല്ല, ആ സിനിമയില് ആ പാട്ട് എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു. അല്ല, അകലെ എന്നുള്ള ഒരു പാട്ട്, അത് എനിക്ക് വേണ്ടിയുള്ള പാട്ടായിരുന്നു. അതായത് ഞാൻ അതിൽ വളരെ അകലെയാണ്, എന്നെ കാണൂല. കൊറേ ഇങ്ങനെ പോണ ഷോട്ടിൽ ഞാൻ അകലെ ആരോ പാടും, അങ്ങനെ ഞാൻ അകലെ ഇരിക്കുന്ന എനിക്ക് വേണ്ടി ടൈറ്റിൽ സോങ് ഉണ്ട്. എന്നാലും എനിക്ക് വേണ്ടി പാട്ട് ചെയ്തല്ലോ. അങ്ങനെ വലിയൊരു സിനിമ കരിയർ ഉണ്ടായിരുന്നതാണ് ഞാൻ. അധികം ജോൺ ജോ പറയും ഇപ്പൊ മലയാളം സിനിമ നേരിടുന്ന ഏറ്റവും മലയാള സിനിമയുടെ പ്രതിനിധി എന്ന രീതിയിൽ ഇപ്പോൾ മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധികളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞല്ലോ. ഒരു സെക്കൻഡ് നിർത്തിയൊക്കെ, 2 കട്ടിവാക്കുകൾ അടുപ്പിച്ചു. പ്രതിസന്ധി ഞാൻ ഇനി മൊത്തം കട്ടിവാക്കുകയാണ്. മലയാള സിനിമയ്ക്ക് വലിയ പ്രതിസന്ധി ഒന്നും ഇല്ല. മലയാള സിനിമ അതിന്റെ ഏറ്റവും നല്ല ടൈമിലൂടെയാണ് പോകുന്നത് എന്നാണ് ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ്. ചാൻസ് ചോദിച്ചു, ഇപ്പൊ നല്ല സമയമാണ് വരണ്ട. മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് വല്ലവർക്കും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇത് പറഞ്ഞുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി അല്ലേ? എല്ലാ ബിസിനസിനും പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇൻഡസ്ട്രിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകും. അതങ്ങനെയാണ്. സിനിമ ചിലപ്പോൾ ഫ്ലോപ്പ് ആവും, ഉദ്ദേശിക്കാതെ ഫ്ലോപ്പ് ആവും, ബിഗ് മൂവീസ് ഫ്ലോപ്പ് ആവും. നമ്മൾ സിനിമാക്കാരെ പോലെ ചീപ്പായിട്ട് പ്രതിസന്ധി പറഞ്ഞ് സിമ്പതി മേടിച്ച ആൾക്കാരെ കൊണ്ട് കുടുംബത്തുള്ള പ്രശ്നം പുറത്തറിയിക്കാതെ നോക്കാം. അല്ല, ഇപ്പൊ ആൾക്കാർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ റിവ്യൂവേഴ്സ് റിവ്യൂ പറയുന്നതുകൊണ്ട് ആൾക്കാർ സിനിമ കാണാൻ വരുന്നില്ല എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നത് റിവ്യൂ ആൾക്കാർ കാണുന്ന ഒരു എന്റർടൈൻമെന്റ് പോലെ, അതൊരു റീല് കാണുക, അതുപോലെ തന്നെ റിവ്യൂ കാണാം. റിവ്യൂവിൽ അവരെന്തെങ്കിലുമൊക്കെ ഒരു ഇതിന്റെ കോണ പറയും. അതുകൊണ്ട് ഒരു സിനിമ കാണാണ്ടിരിക്കുന്ന എനിക്ക് തോന്നണില്ല. ഞാൻ ആക്ച്വലി ഇപ്രാവശ്യം ലിയോ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം വന്ന് ചെയ്തത് അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കാണുക എന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ? അതെ, നമ്മുടെ ചിന്തയ്ക്ക് ഒരു വാലിഡേഷൻ. അല്ല, ശരിക്കും അത് പറഞ്ഞിരിക്കുന്നത് അശ്വന്ത് ഗോക്ക് പറയുന്നില്ല ശരിയാണെന്നല്ല. അല്ലടാ, അല്ല, നമ്മള് സമാന അല്ല, ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരാൾ പറയണതും നമ്മുടെ ചിന്ത
ചെയ്യുന്നത്, അശ്വന്ത് ഗോക്കിനെയൊക്കെ ഫോളോ ചെയ്യുന്നത് 1-2 ലക്ഷം ആൾക്കാരാണ്. എന്നിട്ട് ആള് വീഡിയോസിന് സ്ഥിരമായി വരുന്ന വ്യൂസ് ശ്രദ്ധിച്ചാൽ 1.5 ലക്ഷം മുതൽ 2-3 ലക്ഷം വരെ വീഡിയോസ് വ്യൂ വരാറുണ്ട്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 1 ലക്ഷം ആൾക്കാർ ഒരു വ്യൂ കണ്ടിട്ട് ഈ 1 ലക്ഷം ആൾക്കാരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ താഴെ നമുക്ക് 89 ദിവസം. അശ്വന്ത് ഗോക്കിന്റെ പുച്ഛം സ്വന്തം വീഡിയോ 10,000 അല്ല ഈ കൊടുത്ത് 4 പേരുടെ കൊടുത്ത് എനിക്കാണല്ലോ വേഗം വ്യൂസ് കിട്ടും. 6,500 അടിച്ചിട്ടുണ്ട്. സ്വന്തമായൊരു ചാനലും അതിൽ 1,11,000 സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക്. ഇന്നലെ 1.25 ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് 1.32. എത്ര വർഷമായി വീഡിയോ ഇട്ടിട്ട്? വർഷമായിട്ട് നിങ്ങളെന്താ ഇങ്ങനെ അച്ഛനാ? പ്രഷർ തരണം. അത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി തുടങ്ങിയ ചാനലിൽ അവിടെയും പ്രഷറാണ്. അല്ല ജോൺ ഇവിടെ എന്താ സത്യം ഹാപ്പിനെസ് പ്രോജക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണോ തലേണയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്? അല്ല, ഇതിനു മുമ്പ് 4 വീഡിയോ കണ്ടിരുന്നു, കാരണം തലയാണ് പിടിച്ചിരിക്കുന്നത്. പറ. അതെ, മൂവി റിവ്യൂസിലോട്ട് തിരിച്ചു വരാം. എനിക്ക് അശ്വന്ത് ഗോക്കിനെ വളരെ ഇഷ്ടമാണ്. എനിക്ക് പുള്ളി എന്റർടൈൻമെന്റ് ആയിട്ട് ഞാനും കാണാറുള്ളൂ. അല്ലാതെ ഇപ്പൊ പുള്ളി ഒരു നല്ല പടം എന്ന് പറഞ്ഞ് കാണാനും അങ്ങനെ പോവോ? നീ ഇപ്പൊ ഒരു പടത്തിന് ഒരു റിവ്യൂ കണ്ട് ഗംഭീര പടമായിരുന്നു, അല്ലെങ്കിൽ തീരെ അനീസിക്ക എന്റെ അടുത്ത് എന്ന് പറയണം നല്ല പടം കൊണ്ട് കാണണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ കാണാൻ പോകും. ഞാൻ വീണ്ടും ഇത് പിടിച്ചോണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ഇതിനെ പറ്റി പറഞ്ഞത്. അല്ല, എടാ അശ്വന്ത് കോക്കല്ലത് എന്റെ കോക്ക. അല്ല, എന്തൊക്കെയോ പഞ്ഞി വെച്ചിருக்கு. എനിക്ക് ശരിക്കും റിവ്യൂ പുള്ളിയെ മാത്രമല്ല, എനിക്ക് മലയാളം മൂവി ഇപ്പൊ നിലവിൽ അല്ല, ഇപ്പൊ നോക്കി നമ്മള് ഇത്ര നേരം റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ആളുടെ ഒരു പേരാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ സുധീഷ് പയ്യന്നൂര്, ഉണ്ണി വ്ളോഗ്സ്, മറ്റേ മൂസ മുഹമ്മദ് ഇക്ബാല്, മല്ലു അനലിസ്റ്റ്, പിന്നെ ആറാട്ടണ്ണൻ, മറ്റേ പ്രസംഗണ്ണൻ, ഇവരൊക്കെ റിവ്യൂ പറയാൻ. അല്ല, നീ കാണാറുണ്ട്? ഇതെല്ലാം കാണാറുണ്ട്. ഞാൻ ഫൺ പർപ്പസ് ആയിട്ട് കാണാറുണ്ട്. പക്ഷെ ഞാൻ ഈ റീല് വെട്ടി വരുന്ന റിവ്യൂവിലത്തെ ആ ഭാഗങ്ങൾ മാത്രമേ നീ കാണാറുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇതുവരെ ഒരു റിവ്യൂ ഫുൾ കണ്ടിട്ടില്ല. ഞാനൊരു സമയത്ത് എല്ലാ റിവ്യൂസും മൊത്തമായിട്ട് കാണാൻ സിനിമ കണ്ടു കഴിഞ്ഞു. ഞാൻ റിലീസിന് തന്നെ കാണണം. എനിക്ക് തോന്നുന്നത് റിവ്യൂ നോക്കിയിട്ടില്ല പടത്തിന് പോകണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് സിനിമ കാണണം തോന്നുന്നു. ഈ റിവ്യൂ വലിയ പടങ്ങളെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടാവില്ല. നമ്മൾ അതിന്റെ ഹൈപ്പില് ഇവരെന്ത് പറഞ്ഞാലും ഒന്ന് കണ്ടു നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ചെറിയ പടങ്ങളെ ചിലപ്പോൾ ശരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ഇത് കാണണോ വേണ്ടേന്നൊരു നമ്മൾ നിൽക്കുന്ന ടൈമിൽ ഈ ഒരു റിവ്യൂ വരുമ്പോൾ കൂറയാ അത്, അല്ലെങ്കിൽ നമ്മൾ പകുതി മൈൻഡിൽ നിൽക്കുകയായിരിക്കും ചിലപ്പോൾ ആ സമയത്ത്. അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ആൾക്കാർ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ സിനിമകൾ ആൾക്കാർ കാണാൻ പോകാറില്ല. കാരണം OTT വരുമ്പോൾ കാണാമെന്ന്. കാരണം ഇപ്പം മാസ് അങ്ങനത്തെ പടങ്ങളെ ഓടുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ പടങ്ങൾ കുറെ ഓടുന്നുണ്ട്. അല്ല, ചെറിയ പടം എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് വൈസ് ചെറിയ പടം, രണ്ട് രീതിയിൽ ബഡ്ജറ്റ് വൈസും ആർട്ടിസ്റ്റ് വൈസും അതിന്റെ ക്യാൻവാസ് ചെറുതാകുമ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പടം ഈ റിവ്യൂ കാരണം ഓടിയാൽ അല്ലേ ഉള്ളൂ. അല്ല അതിപ്പോ ചെറിയ പടം റിവ്യൂ തകർക്കൊന്നും ഇല്ലല്ലോ. എന്തായാലും തകർന്നിരിക്കും. മോശം റിവ്യൂ വന്നു കഴിഞ്ഞാൽ ചെറിയ പടം പിന്നെ ആരും കാണുമല്ലോ. ചില പടം ഇഷ്ടപ്പെടാറില്ല. എനിക്കിപ്പോ ലിയോ റിവ്യൂ കണ്ടിട്ട് മോശമാണെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എക്സ്പെക്ടേഷൻ കുറഞ്ഞിട്ട് ആൾക്കാർക്ക് വീണ്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങാമല്ലോ. ഈസ്റ്റടിക്കുന്ന പോലെ ചിലപ്പോ ഒരു റിവ്യൂ എല്ലാത്തിനും ഉണ്ടല്ലോ, സിനിമയ്ക്ക് മാത്രമല്ല റിവ്യൂ ഉള്ളത്. ഇല്ല, ഈ ഒരു സാധനം നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഒരാളുടെ റിവ്യൂ കേട്ടു ഭയങ്കര കിടിലമാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു പടം പോയാൽ നമ്മൾ ഇതിലെന്തോന്നിരിക്കണം ഇത്ര പറയാനെന്നുള്ളത് ചിന്തിക്കാം. അത് കാരണം നമുക്ക് പടം ഇഷ്ടപ്പെടാതെ ഇരിക്കും. നമ്മൾ ഈ തമാശ പറയുന്നതിന് മുമ്പ് ഒരു സൂപ്പർ തമാശ എന്ന് പറഞ്ഞ തമാശ പറയണ പോലത്തെ സാധനമായിരിക്കും. ഭയങ്കര എക്സ്പെക്ടേഷൻ കയറ്റി വെച്ചിട്ട് ആ തമാശ അത്ര നന്നായില്ലെങ്കിൽ ആൾക്കാർ ഇതാണ് നിന്റെ തമാശ അവർ ചോദിക്കും. അങ്ങനത്തെ ഒരു സംഭവം അല്ല, ഇത് സീരിയസ് ആയിരുന്നു. പ്രതീക്ഷ കയറ്റി വയ്ക്കരുത്, അത്രേ ഉള്ളൂ. സിനിമ റിവ്യൂസ് എല്ലാത്തിനും റിവ്യൂസും സിനിമയ്ക്ക് റിവ്യൂ ആണ്. അതിനെ കൂളായിട്ട് എടുക്കാൻ 2 കൂട്ടരും പഠിക്കണം. റിവ്യൂ ആണ്, ഒരാളുടെ അഭിപ്രായമാണ്. ഒരു സിനിമ 3 കോടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ 100 കോടി ജനങ്ങൾക്ക് വേണ്ടി സിനിമ ഒരാളൊറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും റിവ്യൂ ആവണമെന്നില്ലെന്ന് അവരും മനസ്സിലാക്കണം, സിനിമാക്കാരും മനസ്സിലാക്കണം, ആൾക്കാർ പറയും അവരുടെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. 2 കൂട്ടരും കൂളായിട്ട് എടുക്കണം. സോഷ്യൽ മീഡിയ വന്നതിന്റെ ഒരു നല്ലതും ചീത്ത എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒപ്പീനിയൻ പറയാൻ പറ്റും എന്നുള്ളത്. എളുപ്പം ആളുകൾ എത്തുകയും ചെയ്യും. അതെ, പിന്നെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ നമ്മൾ ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഏറ്റവും കറക്റ്റ് ഒപ്പീനിയൻ പറയുന്ന ആളുടെ ഒപ്പീനിയനെ കാട്ടി കൂടുതൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പറയുന്ന ഒപ്പീനിയനാണ്. അല്ല, ഇതിലെവിടെ കറക്റ്റ്? അതെങ്ങനെ കറക്റ്റ് ഒപ്പീനിയൻ ആണ്? ഇത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ അശ്വന്ത് ഗോപ് പറയുന്നതാണ് ശരിയെന്നൊന്നുമില്ല. സിനിമ പുള്ളിയുടെ വ്യൂ പുള്ളി പറയുന്നു, നമ്മുടെ വ്യൂ അത് ഇത് എഴുതിയ ഒരാൾക്ക് കറക്റ്റ് ആണെന്ന് തോന്നിയ സാധനമാണ് സിനിമയാവണത്. സിനിമയെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നവരാണ് ഈ പറയുന്നത്. ഞാനീ പറഞ്ഞ പല പ്രമുഖ ബ്ലോഗേഴ്സ്, സിനിമ റിവ്യൂവേഴ്സ്, ഉണ്ണി ബ്ലോഗ്സ് ആണ്, സുധീഷ് പയ്യന്നൂരാണ്, മല്ലു അനലിസ്റ്റ്, അശ്വന്ത് ഗോപ്, ഇവരെല്ലാം സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നവരാണ്.
അതായത് പഠിക്കുന്ന പോലെയാണ് സിനിമയെ കാണുന്നത്. അങ്ങനെയല്ല പ്രേക്ഷകർ സീരിയസ് ആയിട്ട് ഇപ്പൊ തമാശ പടമൊക്കെ ഉണ്ട കൊള്ളത്തില്ലെന്ന് പറയല്ലേ. ഇതിലെന്താ മൊത്തം തമാശ ഇതെന്താന്ന് ആൾക്കാർ ചോദിക്കത്തുള്ളൂ. അപ്പൊ ജനങ്ങൾക്ക് എല്ലാവരും അവനോട് ചോദിക്കുവോ ഇപ്പൊ? ആ നല്ല തമാശകൾ. അപ്പൊ ഒരാളുടെ റിവ്യൂ എന്ന് പറയുന്നത് അയാളുടെ അഭിപ്രായമാണെന്ന് മനസ്സിലാക്കുക. ബാക്കിയുള്ളവർക്കും വേറെ അഭിപ്രായം ഉണ്ടാവാം. ശരിയാ. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ ഭീഷ്മപർവ്വ റിവ്യൂ അശ്വൻകോക്ക് പോസിറ്റീവായിട്ടല്ല പറഞ്ഞത്. ആ അവിടെയാണ് ഞാൻ പറഞ്ഞ സംഭവം. അതൊരു വലിയ പടാ. അത് കാണാൻ ആൾക്കാര് എന്ത് റിവ്യൂ പറഞ്ഞാലും അതിന് ഫസ്റ്റ് ഇടുകയും അതിന് തുടർന്നും ആൾക്കാർ വരും. അല്ലെ പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിലേക്ക് ഒരു മാസത്തിൽ ഒരു സിനിമ അല്ലെ ആഴ്ചയിൽ ഒരു സിനിമ അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നല്ലേ. തിയേറ്ററിൽ പോവാ ഒരു ഔട്ടിംഗ് ആയിരുന്നു തിയേറ്ററിൽ. റിവ്യൂ ഉണ്ടല്ലോ. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതൊരു കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ആൾക്കാർക്ക് എന്റർടൈൻമെന്റിനുള്ള ഉപാധികളില്ലാത്ത സമയത്ത് തിയേറ്ററിൽ പോകുന്നത് ഒരു ആഘോഷമായ സമയമാണ്. ഓണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോകണം ഒരു സാധനം. ഓണം അതാണല്ലോ ഓണത്തിന് റിലീസ് ചെയ്യുന്നത്. ഫെസ്റ്റിവൽ റിലീസ് അങ്ങനെയാണ്. ആൾക്കാരെല്ലാം ഫ്രീ ആവുന്ന പൈസയുള്ള ഇപ്പോഴും അങ്ങനെ ഇല്ലേ? ഉണ്ട്, റിലീസ് വരുന്നുണ്ട്. പക്ഷെ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോകണമെന്ന് ആൾക്കാർ വിചാരിക്കുന്നില്ല. കാരണം എന്റർടൈൻമെന്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. പണ്ട് ആ ടിവിയിൽ ദൂരദർശൻ അല്ല ഇന്നും ഫാമിലി ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ സിനിമയുണ്ട്. സിനിമയുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഏറ്റവും പൈസ കുറഞ്ഞ എന്റർടൈൻമെന്റ് ഓപ്ഷൻസ് ഇന്ന് ഏറ്റവും എക്സ്പെൻസീവ് ഒരു ഇതിൽ പെടും. നീ കൺസിഡർ ചെയ്യുമ്പോൾ അതായത് ഇപ്പൊ ആൾക്കാരുടെ എക്സ്പെൻസീവ് അല്ലാത്ത എക്സ്പെൻസീവ് ഹോബീസും കമ്പയർ ചെയ്യുമ്പോൾ വിദേശ ട്രിപ്പാണ് മിക്കവാറും ഫാമിലികൾ പ്ലാൻ. ഈ ഷോ എന്റെ പഞ്ചായത്തില് കുറവാണല്ലോ. ഞാൻ എക്സ്പെൻസീവ് ട്രിപ്പ് വീഗാലാൻഡിൽ പോകുന്ന ഒരു ടിക്കറ്റ് എത്ര ഓണത്തിന് വീഗാലാൻഡിൽ കുട്ടികൾ കൊണ്ടുവന്നത് 2000 രൂപ ഒരു കുട്ടിക്ക് അല്ലെ 1000 രൂപ ടിക്കറ്റ്. അനിൽ കുട്ടിയില്ലാത്ത അതുകൊണ്ടല്ലോ. പണ്ട് വീഗാലാൻഡിൽ റൈഡ് പോയി, അതുകൊണ്ടാണ് ഇപ്പൊ അനിസിക്ക് കുട്ടികളില്ലാത്ത. എന്തിനാ വീഗാലാൻഡ് ബ്ലാങ്കാട് ബീച്ചിൽ പോടാ. പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൈസ ഉണ്ടാവും. സിനിമ ടിക്കറ്റ് റൂറൽ ഏരിയസിലാണ് 150 രൂപയും മൾട്ടിപ്ലക്സിലാണ് 200 രൂപ. വണ്ടർലയിലെ മറ്റേ റൈഡ് കൊള്ളത്തിന് റിവ്യൂ ഇല്ല ചെയ്യാറുണ്ടല്ലോ ആൾക്കാർ. അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ എല്ലാത്തിനും reviews. അമ്യൂസ്മെന്റ് പാർക്ക് ആകെ നമുക്ക് എല്ലാത്തിനും ഇപ്പൊ ബേസിക് ഗൂഗിളിന്റെ റിവ്യൂ കാണാമല്ലോ. ഒരു പ്ലേസിനെ പറ്റി എല്ലാത്തിനും റിവ്യൂ. Bloggers എല്ലാം എവിടെ ചെന്നാലും റിവ്യൂ പോലെയാണല്ലോ വീഡിയോസ് ഇടുന്നത്. കണ്ടന്റ് ഇടുന്ന എല്ലാം റിവ്യൂ പോലെയാണ് ഇപ്പൊ. അല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഫുഡ് റിവ്യൂ വ്ളോഗ് പറഞ്ഞതില് മോശം റിവ്യൂകള് വളരെ കുറവാണ്. ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോൾ മാത്രം അങ്ങനെ ഇത് ഭയങ്കര മോശമായിരുന്നു എന്ന് പറഞ്ഞ് ഇടാറുണ്ടല്ലോ. ഇതൊരു മോശം ഫുഡാണെന്ന് പറഞ്ഞാൽ ഫുഡ് വ്ളോഗിങ് വളരെയധികം കാശ് മേടിച്ചാണ് ചെയ്യണതെന്ന് കാണുന്നവർക്കും എല്ലാവർക്കും അറിയാം അല്ലേ. അതിലാരും വന്ന് ഈ ഒരു ഇപ്പൊ സിനിമയില് ഉള്ളൊരു പ്രശ്നം റിവ്യൂവേഴ്സ് കാശ് മേടിച്ച് ചെയ്യുന്നുണ്ടോ എന്നൊരു പ്രശ്നം വരുന്നുണ്ടല്ലോ. പക്ഷെ ഫുഡ് വ്ളോഗിംഗ് എന്ന് പറയുന്നത് ഇത്രയും നാൾ നിൽക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന ഒരു 15 സിനിമ റിവ്യൂ പൈസ കൊടുത്ത് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യം. ഇപ്പം സിനിമ പത്രത്തിൽ എല്ലാവരും പരസ്യം ഇടുന്നത് 15 ദിവസം 2-ാം ആഴ്ച എക്സലന്റ് റിപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് തൊട്ട് പൈസ കൊടുത്ത് റിവ്യൂ ചെയ്യുന്ന അതും കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ പരസ്യം നിങ്ങൾ കാണുന്നില്ലേ, ആലിയ ഭട്ട് വന്നിട്ട് ഇതിന് ഒരു പക്ഷേ രുചിയില്ലായിരിക്കാം, ഇത് നിങ്ങൾക്ക് ഇതില്ലായിരിക്കാം, പക്ഷെ നല്ലതാണ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു പേസ്റ്റ് ആണ്. അത് പെയ്ഡ് റിവ്യൂ ആണല്ലോ. അപ്പൊ ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ പെയ്ഡ് ആയിട്ട് റിവ്യൂ ചെയ്യും, അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യും. അതിനെന്താ കുഴപ്പം പറഞ്ഞോടാ. നമ്മൾ പറഞ്ഞത് റിവ്യൂസ് എന്തായാലും ഉണ്ടെങ്കിലും ആൾക്കാർ തീരുമാനിക്കുന്ന ഫൈനലി ഇത് മാത്രം കൊണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ ആറാട്ടൻ റിവ്യൂ കണ്ടിട്ട് ആരെങ്കിലും സിനിമയ്ക്ക് പോകണമെന്ന് തീരുമാനിക്കും, നല്ലതാന്ന് പുള്ളി പറഞ്ഞാൽ ആറാട്ടണ്ണൻ ഇപ്പോഴും സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ എന്നാണ്. അല്ല ഈ റിവ്യൂ എടുക്കുന്ന തിയേറ്ററിൽ തന്നെ പുള്ളി അങ്ങനെ കൃത്യമാണ്. അല്ല വിനീത എടപ്പള്ളിയിൽ അപ്പോൾ അതൊരു ട്രെൻഡായിട്ട് മാറി. എല്ലാ മറ്റേ ഇന്റർനെറ്റിലെ ഓൺലൈൻ മീഡിയാസും കൂടെ അവിടെ വരികയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിനിമയ്ക്കകത്ത് അതങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു റിവ്യൂ ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. ആൾക്കാരെല്ലാം ഇപ്പോൾ അവർ അവിടെ തന്നെ ഇപ്പോൾ സിനിമ കാണാൻ പോകുന്നത്. പുതിയ ആൾക്കാർ നീ ശ്രദ്ധിച്ചാൽ മതി. ആറാട്ടെണ്ണം വന്നു കഴിഞ്ഞാൽ മറ്റേ ഡാൻസ് എണ്ണം വന്നത് ആറാട്ടെണ്ണം ചെയ്ത് വൈറലായി പുള്ളി എന്തോ വലിയ സംഭവമായും തോന്നിയതിൻ്റെ ബേസിലാണ് മറ്റേ ആൾ വന്ന് പറയുന്നത്. ഇപ്പം പുള്ളിയുടെ റിവ്യൂസിന്റെ പുറകെ തന്നെ വന്ന് നിൽപ്പുണ്ട്. ഇതുപോലെ എല്ലാവർക്കും ക്യാമറ ഫ്രണ്ട് ഇൻഡസ്ട്രി മാറുന്നുണ്ട്. നമ്മൾ ഇത് തന്നെ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് സിനിമ എടുക്കാൻ എളുപ്പം നമ്മൾ അതെല്ലാം എടുക്കും, നമുക്ക് റിവ്യൂ എല്ലാം എടുക്കാൻ എളുപ്പം, അതുകൊണ്ടല്ലേ നമ്മൾ ഇത് എടുക്കുന്നത്. 2.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കൂടെ പറഞ്ഞാൽ ഒരു പുസ്തകത്തിന്റെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആള് ചെയ്യും? വായിക്കണ്ടേ, മുഴുവൻ വായിക്കണ്ടേ? ഇത് 2.5 മണിക്കൂർ ഇങ്ങനെ ആയിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് കൊല്ലായിരുന്നു, സെക്കൻഡ് ഹാഫിൽ നായകൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ കുറച്ച് ഡാൻസ് കളിക്കാം. എന്നാലും ആ ഡാൻസ് കളിക്കണ പുള്ളി ഐഡിയ എങ്ങനെയായിരിക്കും ചിന്തിച്ചല്ലേ? അല്ല പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് വ്യത്യസ്തനാവുന്ന ആൾക്കാർ ആറാട്ടനെ ആൾക്കാർ അറിഞ്ഞത് ആറാട്ടന്റെ യുണീക്നെസ് കൊണ്ടാണ്, അപ്പൊ ഞാൻ കണ്ടുപിടിച്ചാണെന്ന് പുള്ളി പറഞ്ഞത്. പുള്ളി അത് വിശ്വസിക്കുന്നുണ്ട്. പുള്ളി വിശ്വസിക്കുന്നത്
അത് യുണീക്കായിട്ട് ആൾക്കാരെ അക്സെപ്റ്റബിൾ ആയിട്ടൊരു സാധനം നമ്മൾ വിശ്വസിക്കുന്നു. ഈ റിവ്യൂ പറയുന്ന എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അവർ പറയുന്നത് ഒതന്റിക്കായിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ആവണമെന്നില്ല, ആൾക്കാർ തീരുമാനിക്കുന്ന ഒരുപാട്. ഞാൻ എന്തായാലും റിവ്യൂവിൽ മാത്രമല്ല തീരുമാനിക്കുന്നത്, പൈസ വേണമല്ലോ, ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. മാത്രമല്ല ഡാൻസും കൂടെ നോക്കുന്നു. ആൾക്കാർ റിവ്യൂവിലെ കണ്ടിട്ട് പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് എല്ലാ ആഴ്ചയിലും ഇറങ്ങുന്ന എല്ലാ പടവും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആൾക്കാർ റിവ്യൂ നോക്കുന്നത്, അല്ലാതെ റിവ്യൂ കണ്ടിട്ട് അല്ല എല്ലാവരും അല്ല 150 ഉള്ളൂ. 4 സിനിമ കാണാൻ പറ്റില്ലെന്നേ കാണത്തുള്ളൂ. ടെലിഗ്രാം 150 കൊടുക്കണ്ടല്ലോ, ഇവിടെ വൈഫൈ ഫ്രീ ആണ്. അല്ല വൈഫൈ ഫ്രീ ആണ്, ആൾക്കാർ കാണാം. ടെലിഗ്രാമിൽ പടം എടുക്കുന്നതാണ് ഇപ്പൊ മറ്റേ കേസാവെന്ന് പറഞ്ഞു. ടെലിഗ്രാമില് ക്യാമറ റിപ്പ് പടങ്ങൾ, അതായത് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വീഡിയോ എടുത്തെടുക്കുന്നില്ല, അങ്ങനത്തെ ക്യാമറ, പണ്ടത്തെ ക്യാമറ പ്രിന്റ്. എസ്മ നീ പേടിക്കണ്ട, ലക്ഷ്മി തീർത്ഥ കേസ് കൊടുക്കത്തില്ല. എസ്മ ഡയറക്ടറാണ്. ഞങ്ങൾ ഞാൻ അതിന്റെ റിവ്യൂ കണ്ടിട്ടില്ല. പുള്ളിയുടെ വിചാരം അങ്ങനെ, ഇതെന്നും കാണുന്നോണ്ട് ഇത് അവരറിയുന്നുണ്ടെന്നാ. ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ. അനീഫിക്ക് അത് റിവ്യൂ ചെയ്ത് തുടങ്ങണം എന്നുള്ളത് വരുന്ന സീരീസും. അല്ലല്ല, ബോൺ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര. ഞാൻ കഴിഞ്ഞ ദിവസം ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ കാണാതിരുന്നപ്പോൾ ഇപ്പം നെറ്റ്ഫ്ലിക്സ് നമ്മൾ നമ്മളിപ്പോ നെറ്റ്ഫ്ലിക്സ് കാണുമ്പോൾ ഞാൻ അയച്ചു തന്നില്ല. തണുത്ത തലേണ വെക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സ് കാണുമ്പോ ഇപ്പം അല്ല നമ്മളിപ്പോ ഞാൻ പറയണില്ല, പോയിന്റ് നിങ്ങൾ എന്നെ സമ്മതിക്കുന്നു. അല്ല നമ്മള് നെറ്റ്ഫ്ലിക്സ് കാണുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഇപ്പൊ നമ്മള് ഫുഡ് എടുത്ത് കഴിക്കാനിരുന്ന് നെറ്റ്ഫ്ലിക്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് തീരും അല്ലേ? കാരണം അത്ര ഓപ്ഷൻസ് ഉള്ളതിന്റെ ഒരു പ്രശ്നം. അതേപോലെ തന്നെയാണ് നമ്മളിപ്പം തുണ്ട് കാണുമ്പോഴും ഇതിന്നൊരു വലിയ പോയിന്റോട്ട് വരുന്നുണ്ട്. എന്താണ് തീരാൻ പോണെന്ന് നമുക്ക് മനസ്സിലായി. എല്ലാ സിനിമയാണല്ലോ, നമ്മൾ സിനിമയാണല്ലോ പറയുന്നത്. തുണ്ട് കാണുമ്പോൾ ഇപ്പൊ പണ്ടത്തെ അല്ലല്ലോ, എല്ലാം കണ്ട് കണ്ട് കണ്ട്. മറ്റേതാണെങ്കിൽ നമുക്ക് ആകെ ഇത്ര GB ഉള്ളൂ, ഡേറ്റയേ ഉള്ളൂ, പെട്ടെന്ന് കണ്ടിട്ട് വേണം എന്നുള്ളൊരു സാധനമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. ആ പോയിന്റ് ശരിയായില്ല അല്ലേ? ഒരു കണക്ഷൻ. ഞാൻ ആലോചിച്ചത് സിനിമ ഇൻഡസ്ട്രി പ്രശ്നം തുണ്ടാണെന്ന് പറയാൻ ചോയ്സ് ഉണ്ട്. അതിപ്പോ നമ്മുടെ ഇപ്പം ഷോയിനും നമ്മളും കമ്പീറ്റ് ചെയ്യുന്ന റീൽസ് നമ്മുടെ അവിടെ ഈ നമ്മുടെ ഷോ കാണാൻ പറഞ്ഞ 10-30 ആളെന്ന് പറയുന്നത് ഒരു പരിപാടി വേറെ നോക്കിയിട്ട് പറ്റാണ്ട് അവസാനം വരുന്നതായിരിക്കും. ഇത് റിവ്യൂ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട്. അല്ല അങ്ങനെയല്ല, നമ്മുടെ ഷോ കാണാൻ വരുന്ന സ്റ്റാൻഡപ്പ് കോമഡി ലൈവായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ വരുന്നത്. അല്ല നമ്മുടെ പരിപാടിക്ക് അനീസിന്റെ എതിരുള്ള ഹേറ്റ് ക്യാമ്പയിൻ ആണ്. ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ട്. അനീസിക സൂപ്പറാണ്, അനീസിക സൂപ്പറാണ്. അയ്യോ പരിപാടി എന്താന്ന് പറയുന്നത് ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു താമസിക്കാതെ ഒരു 3 സിനിമയും കൂടെ കഴിഞ്ഞ റിവ്യൂ നമ്മുടെ കാട്ടി വലിയൊരു ഇൻഡസ്ട്രി ആവുന്നു. അതാ മറ്റേ അവര് പറ്റിച്ചിരിക്കുന്നത് പറ്റിച്ചിരിക്കും, നമ്മൾ അവരെ പറ്റിച്ചായിരിക്കും. അല്ല എനിക്ക് തോന്നുന്നൊരു ഇല്ല, ഇപ്പോ ഗൂഗിൾ മാപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് റെസ്റ്റോറന്റ് നിയർ ബൈ എന്ന് കൊടുത്തിട്ട് നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗിന്റെ മുകളിൽ ഇട്ടിട്ട് പോകാൻ പറ്റും, ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെതിരെ ഒന്നും ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിക്കാർ എനിക്ക് തോന്നുന്നു റിവ്യൂയുടെ എതിരെ ഇത്രയും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഫെയർ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ള. കാരണം അത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഫിലിം ഇൻഡസ്ട്രിക്കാരല്ല കംപ്ലൈന്റ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർലി സെറ്റ് ഓഫ് ആൾക്കാർ. ഇപ്പം സിനിമ ഇൻഡസ്ട്രി എല്ലാവരും അല്ല. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂലൊക്കെ അജു വർഗീസ് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് റിവ്യൂ ചെയ്യണം. ഇല്ല, ഇത്രയും ദിവസം ഗ്യാപ്പ് വന്നിട്ടേ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയേണ്ടത് ചുമ്മാ, അതൊക്കെ ചുമ്മാ. അതെന്ത് 150 രൂപ കൊടുത്ത് കയറി കണ്ട സിനിമ നല്ലതാണോ പൊട്ടയാണെന്ന് പറയാൻ പറ്റില്ല. സിനിമയിൽ ഏത് 4 സ്റ്റാറാണ് ഷോ കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് പറയാം. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോ ഭയങ്കര കിടിലൻ ഷോ ആണ്. അതിടക്കിടക്ക് പറയാറില്ല. നമ്മുടെ പുതിയ ഷോയുടെ പേര് ഇതിൽ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഷോ കാണണം. ഞങ്ങളുടെ ഷോയുടെ പേരാണ് ആരാണ് സന്തോഷം. വീക്കെൻഡ്സിൽ പനമ്പള്ളി നഗറിൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥലത്തോട്ട് വരും. നിങ്ങൾ ബിഗ് ടൂർ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ഥലത്തേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ആരാന്ന് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വന്ന് എന്ത് വേണമെങ്കിലും റിവ്യൂ ചെയ്തോ, കുഴപ്പമില്ല അല്ലേ? നിങ്ങൾ വന്നാൽ മതി, റിവ്യൂ ചെയ്തെന്ന് ഞങ്ങൾ പറയില്ല. നീയൊക്കെ നമ്മൾ സ്റ്റാൻഡപ്പ് കോമിക്സ്
എടാ കേരളത്തിൽ സ്റ്റാൻഡപ്പ് കോമിക്സ് പറഞ്ഞാൽ 10 പേരുടെ പേരേ ഉള്ളൂ. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അല്ല അവർക്ക് ചലഞ്ച് ചെയ്യാനും പറ്റില്ല. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏതെങ്കിലും ആൾക്കാർ പറയും ഞാൻ മമ്മൂട്ടിയൊക്കെ മികച്ചാന്ന്, ആൾക്കാർ മമ്മൂട്ടിയൊക്കെ മികച്ചാന്ന് പറയാം, അല്ലെങ്കിൽ അത് അടി ഉണ്ടാക്കി. നമ്മുടെ കേസ് അങ്ങനെ വരത്തില്ല. കേരളത്തിൽ സ്റ്റാൻഡപ്പ് കോമഡി വേറെ ആരും ചെയ്യുന്നില്ല, നമ്മൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ഇത്രയും പ്രതീക്ഷയോടെ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നത് വേറെ ആരും ഉണ്ടാകത്തില്ല. ശരിയല്ലേ? ഇത് ഇപ്പോഴും ഒരു കരിയർ ആവുമെന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഇല്ല. മാത്രമല്ല. എനിക്കുള്ള ഇത്രയും അന്ന് അതിൽ വിശ്വസിക്കുന്നത് നമ്മൾ മാത്രമല്ലല്ലോ. നമ്മുടെ പിന്നെ ആറാട്ടനും മറ്റേ പുള്ളിയും വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ചെയ്ത സിനിമയെ കയറാം. നമ്മളെല്ലാം ഒരു തൂവൽപ്പക്ഷികളല്ലേ. ഈ ജോൺ ജോ 2 ഇൻഡസ്ട്രിയുടെ ഒരു പ്രമുഖ ഭാഗമായിട്ടുണ്ട്, സിനിമയിൽ സ്റ്റാൻഡപ്പും. ഇതിൽ രണ്ടിലും എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്? രണ്ടും ബേസിക്കലി ആർട്ട് തന്നെയാണ്. രണ്ടിടത്തുനിന്ന് ജോണിന് കിട്ടുന്നത് ആർട്ട് തന്നെയാണ്. സിനിമയിൽ ചെന്നാലും ആർട്ട്, ഇവിടെ വന്നാലും ആർട്ട്. ഇപ്പൊ അതിൽ ഞാൻ സിനിമാക്കാരോട് പറഞ്ഞു എന്നെ ആർട്ട് ചെയ്ത് മതി, വേറെ ആർട്ട് നോക്കാം. ചാർലി ഡയറക്ടറുകാര് മാറ്റും പുറക്കാട്ടല്ലേ പുള്ളി കപ്പലൊക്കെ കയറ്റി വിടാൻ വരെ നോക്കി, എന്നിട്ട് പോയില്ല. അങ്ങോട്ടാണ് നമുക്ക് എഡിറ്ററിനോട് പറഞ്ഞു ഇവിടെ മറ്റേ സീൻ വെട്ടിക്കയറുന്നില്ല, ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് താഴെ ഇടാൻ അങ്ങനെയാണ് ഞാൻ ട്രാൻസ്ലേറ്റ്. ഞാൻ ഇല്ല. അപ്പൊ നമ്മുടെ വാച്ച് അവർ കൂടും. 30 തവണ കണ്ടാലും മനസ്സിലാവില്ല. ഞാൻ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടില്ല. ട്രാൻസ്ലേറ്റ് അവര് മോശം നമ്മൾ പറഞ്ഞില്ലല്ലോ. സ്ക്രിപ്റ്റ് സെലക്ഷൻ സൂപ്പറാണ്, പക്ഷെ ക്യാമറമാന്റെ ഷോട്ട് സെലക്ഷൻ നല്ലതുകൊണ്ട് പുള്ളി വന്നിട്ടില്ല. ട്രാൻസിലൊക്കെ ഞാൻ എവിടെ വന്നിട്ടുണ്ട്? നിന്ന് നിലക്കുന്നുണ്ട്. ഇല്ല, ഇതില് ഈ മൂവി ഇൻഡസ്ട്രിയിൽ അവര് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ചിലരുടെ റിവ്യൂല് പല ആൾക്കാരെയും ടാർഗറ്റ് ചെയ്യാറുണ്ട്. എന്നെ ഇങ്ങനെ ചെയ്യാറില്ല. അതൊക്കെ ഓഡിയൻസ് പോലും കാണാറില്ല. ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന എന്റെ വീട്ടുകാരാ. ഞാൻ പോരുന്ന ഇങ്ങനെ ഇരുത്തും. ഇന്നലെ കണ്ണൊക്കെ ഞാൻ ഇങ്ങനെ പിടിക്കും. മറ്റേ ഈ ഇൻസ്റ്റാ റീല് വന്നത് ഡോൺ ബ്ലിങ്ക് പോസ്റ്റ് ചലഞ്ചിനകത്തൊക്കെയാണ് കണ്ണടച്ചാ പോവാ സാധനം. അല്ല, അപ്പൊ ഈ പലരും ഇത് ഭയങ്കര മടി പിടിച്ചാണ് ചെയ്യുന്ന, വർക്ക് ചെയ്തിട്ടില്ല എന്ന് പല റിവ്യൂലും പറയാറുണ്ട്. ഇവര് മടി പിടിച്ചാണ് ചെയ്യുന്നത്, എഫേർട്ട് ഇട്ടിട്ടില്ല. റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ പറയാം. സംശയമുണ്ടോ നമുക്ക്? സംശയമുണ്ടോ നമുക്ക്? കമന്റ് വരുന്നു അയ്യോ നമ്മൾ വർക്ക് ചെയ്യാതെ റിവ്യൂ. പക്ഷെ അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാത്ത ഇപ്പൊ ഉദയകൃഷ്ണ പുള്ളിയൊക്കെ കാര്യമായിട്ട് വർക്ക് അല്ല, പുള്ളി കാര്യമായിട്ട് വർക്ക്, പക്ഷെ പുള്ളി ആരും സിനിമ പൊട്ടയാണെന്ന് വിചാരിച്ച് ഇറക്കാറില്ലല്ലോ. അല്ല, എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ. അത് ഓരോരുത്തർക്ക് ഓരോ വർക്കല്ല. നമുക്ക് 15 മിനിറ്റ് കണ്ടന്റ് എഴുതാനുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. 2.5 മണിക്കൂർ സിനിമ എഴുതാനായി ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റൈലോ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അശ്വിൻ കോക്കിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള സീരിയസ് സിനിമ ഗോവേഴ്സിനും ഇഷ്ടമുള്ള സ്റ്റൈലായിരിക്കും ഉദയകൃഷ്ണനാണ്. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതിന്റെ തെളിവാണല്ലോ പുലിമുരുകനാണല്ലോ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റ്. ഉദയകൃഷ്ണനാണ് എഴുതിയത്. ഞാൻ പുലിമുരുകൻ ഫസ്റ്റ് ഡേ കണ്ടിട്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല അതാ ശരിക്കും അതുകൊണ്ട് ആ പടം മോശമാണെന്നാണ് എൻ്റെ ടേസ്റ്റ്. അല്ല എനിക്ക് ഞാൻ ചിലപ്പോൾ അതിലും നല്ല ഇംഗ്ലീഷ് സിനിമകളോ ഹോളിവുഡ് മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഹണ്ടിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ. പക്ഷെ അല്ല, ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം പുതുമയായിരുന്നല്ലോ. ചിലപ്പോ ചിലപ്പോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അന്ന് ഫാമിലികൾ ഞാൻ നോക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം ആൾക്കാർ മഴയും വെയിലും വകവയ്ക്കാതെ തിയേറ്ററിന് വേണ്ടി ഇടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പുലിമുരുക ഇഷ്ടപ്പെടാത്ത എക്സ്പെക്ടേഷന്റെ കാര്യമായിരുന്നു. കാരണം ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചു പോയിട്ട് ഞാൻ എത്ര. പക്ഷെ ഫാമിലിയൊക്കെ, അതായത് എപ്പോഴും സിനിമ കാണാത്ത, വെക്കേഷനും ഫെസ്റ്റിവലും മാത്രം സിനിമ കാണുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് കേരളത്തിൽ. അവർക്ക് വേണ്ടി മസാല മൂവീസ് വരണം, അല്ലെങ്കിൽ ഇക്വേഷൻ മൂവീസ്, സൂപ്പർ സ്റ്റാർ മൂവീസ് ഒക്കെ ഫാമിലിക്ക് വരെ. ശരിയാണല്ലോ, നമ്മളിത് മാധവൻ ഇപ്പോഴാണല്ലോ വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇരിക്കുമ്പോഴും മാധവൻ പുലിമുരുകൻ 2000 ഡിഗ്രിയൊക്കെ പഠിക്കും. ഡിഗ്രി അടുത്ത് വെച്ച് കണ്ടിട്ടുള്ള ഒരു വളരെ മോശം പടമാണ് കിങ് ഓഫ് കൊത്ത അല്ലേ. പക്ഷെ അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തു ദുൽഖർ അവിടെ. അല്ല, ഒരു സമയത്ത് അവർക്ക് മനസ്സിലായി കാണൂല ഈ സിനിമ. മറ്റേ കലാപക്കാരെ പാട്ടൊരു ആൽബാക്കി ഇറക്കിയാൽ മതിയായിരുന്നല്ലോ. അല്ല അതെന്താ മനസ്സിലാവില്ല. മുമ്പ് ദുൽഖറിന് മനസ്സിലായിട്ടില്ല കിങ് ഓഫ് കൊത്ത. അങ്ങനെ മനസ്സിലാവണമെന്നില്ല. ഇതിപ്പോ നീ തന്നെ നിന്റെ സെറ്റ് എത്ര തവണ കണ്ടു കേട്ട് തിരിച്ച് നീ ഒരിക്കലും അത് മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. റിവ്യൂ ഉണ്ട് നോക്കുമായിരിക്കും പടം. അല്ല, സിനിമയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടായിരുന്ന കാലഘട്ടവും ഓപ്ഷൻസ് ഇല്ലാത്ത കാലഘട്ടവും അല്ലേ. അല്ല, അന്ന് തിയേറ്ററിൽ സിനിമകൾ ഓടുക 100 ദിവസമൊക്കെ. അന്ന് സിനിമയുടെ സക്സസ് തീരുമാനിക്കുന്നത് എത്ര ദിവസം ഓടിയുന്ന. ഇപ്പം അങ്ങനെയല്ല, എത്ര കളക്ഷൻ വന്നതാണ്. മാക്സിമം തിയേറ്റർ റിലീസ് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട്. കാരണം ഇപ്പോൾ ഒരു സിനിമ പബ്ലിസിറ്റി കിട്ടുകയാണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുകയാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമാകും.
അപ്പോൾ അവരും നോക്കുന്നത് മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് എല്ലാവരെയും കാണാൻ എത്തിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് തീരുമാനമാക്കുക 1 കോടി 100 കോടി. എന്നാലും ഇൻട്രസ്റ്റ് ഉള്ളവരല്ലേ കാണാൻ പോകത്തുള്ളൂ, അതുകൊണ്ട് റിവ്യൂവിനും ബാധിക്കുന്നില്ലല്ലോ. ഇല്ല, ഇൻഡസ്ട്രിക്ക് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അത് എന്നും അങ്ങനെ തന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി ഭയങ്കര ബൂമായി നിൽക്കുകയായിരുന്നു. നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പം നിൽക്കുന്നത് അല്ല, കലാമൂല്യമുള്ള സിനിമകൾ മാത്രം വരുന്ന ഇത് ഞാൻ സത്യം കലാമൂല്യമുള്ള സിനിമകൾ മാത്രം വരുന്ന ഇൻഡസ്ട്രിയാണ് നമ്മളെന്ന് വിചാരിച്ചിരുന്ന, ബാക്കിയുള്ള ഇൻഡസ്ട്രിക്കാർ വിചാരിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ ഇൻഡസ്ട്രികളും വിചാരിക്കുന്നത് മാക്സിമം ഈ ബിസിനസ് ഉണ്ടാക്കുന്ന സിനിമകൾ. നമുക്ക് താഴെ കമന്റ് വരികയില്ലേ, മെഴുകുതിരി കെടുപോന്ന് അറിയാൻ വേണ്ടി മൊത്തം വീഡിയോ കണ്ട ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരു സ്പോയിലേഴ്സ് തരുന്ന അവരങ്ങനെ അങ്ങനത്തെ സാധനം പറയാറുണ്ടോ? ചിലര് പറയാറുണ്ട്, അതായത് അത്രയും കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ ഡയറക്ടറാണ് ഈ പടത്തിന്റെ സ്പോയിലർ. ചില ആൾക്കാർ അറിയാതെ പറയാറുണ്ട്, ബാക്കിയുള്ളവർക്ക് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും പറഞ്ഞ പോലെ എഡിറ്റ് അവർ പിടിക്കാറുണ്ട്. മിക്കവാറും മെയിൻ റിവേഴ്സ് ആരും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇത് മൂവിയൊക്കെ ഓടി 2 ആഴ്ച കഴിഞ്ഞ് സ്പോയിലർ ഉള്ള റിവ്യൂ ഇടുന്ന ആൾക്കാരുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ലിയോന്റെ ഒക്കെ ഒരു ഇതെല്ലാം ഒരാഴ്ചക്കുള്ളിൽ എല്ലാരും പറഞ്ഞു തുടങ്ങി. അത് റിവ്യൂ ചെയ്യുന്നവരോടൊന്നുമില്ല, അപ്പോഴേക്കും ട്രോളുകൾ വരും. പിന്നെ ഇപ്പം ഫോൺ TV സിനിമ കാണാൻ പോകുന്നത് അല്ല, ഫോൺ എടുത്ത് വെച്ചാണല്ലോ പോകുന്നത്. ഫോണിന്റെ സ്പോയിൽ ക്ലൈമാക്സ് അറിയാല്ലേ നമ്മള് തന്നെയാണ്. ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നവരുടെ മെയിൻ പരിപാടികളൊന്നും ഞാൻ സിനിമ കണ്ടു എന്ന് ആൾക്കാരെ അറിയിക്കില്ല. അത് ഇപ്പൊ ഒരു ടൈറ്റിൽ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിലെല്ലാം തൃശ്ശൂർ പൂരത്തിന് മറ്റേ അത് പൊങ്ങുന്ന പോലെ എല്ലാവരും നോക്കി എടുക്കുക, അത് അപ്പം തന്നെ ഇടുക, എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് സീൻസ് നോക്കി എടുക്കുക, അത് റീലാക്കുക. ഞാൻ നോക്കുമ്പോ ഏതാ നമ്മള് ഒരു ചേട്ടൻ ആക്ഷൻ സീൻ ഫുൾ മൊബൈലിൽ ജോൺ മൊബൈലിലാണ് നോക്കുന്നത്. ഫ്രണ്ട്സിനെ ഞാൻ ഷൂട്ട് ചെയ്ത് ആ ചേട്ടനും തിയേറ്ററിൽ പോയി എന്നിട്ട് സിനിമ കാണുന്ന ഫോണിലാണ്. കാരണം പുള്ളിയുടെ മൈൻഡ് സെറ്റ് പ്രഭാസിന്റെ ഡേറ്റ് കിട്ടിയില്ലേ, പുള്ളിക്ക് അത് ഫോണിൽ കണ്ടാ എനിക്കിത് ഫോണിൽ കൂടെ കാണുന്ന ഇഷ്ടം. പുള്ളി ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഫോണിൽ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മള് പോയപ്പോഴല്ലേ ഫുൾ ആക്ഷൻ സീൻ ഇങ്ങനെ ഇരുന്നിട്ട് കാണണേ. ഇല്ല, ആൾക്കാർ റെക്കോർഡ് ചെയ്യുന്നത് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അവരെവിടെ വന്നാലും ഫോണിന്റെ ചാർജ് ഇരുന്ന് അടുത്തിരിക്കുന്ന കഥ പറഞ്ഞു പറയാം. എനിക്ക് നേരെ നോക്കി കാണുന്നത് അല്ല, അങ്ങനെ നല്ല നല്ല സീൻസ് ആൾക്കാര് ഇപ്പൊ നമ്മളാണെങ്കിൽ ജയിലറിനകത്തെ സീന് അല്ലെന്ന്, ജയിലറിനകത്തെ ലാലേട്ടന്റെ സീന്, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് സീൻസ്. ലൂസിഫർ സിനിമയുടെ ക്ലൈമാക്സ് ഒറ്റ ദിവസം കൊണ്ട് ഫാൻസ് ഇറക്കിയിട്ട് എബ്രാം ഖുറേഷി ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പടം സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ്ങിൽ കാണേണ്ട സാധനം ഫാൻസ് തന്നെ. അല്ല, ഞാൻ അതല്ല കാശും കൊടുത്ത് തിയേറ്ററിലും കയറി ഏറ്റവും നല്ല സ്ക്രീനൊക്കെ നോക്കി ആൾക്കാർ കയറി കൊടുത്തു. അത് അവിടെ വന്ന് ഈ മൊബൈലിൽ ഇത് കാണാതിരിക്കുന്നതിന്റെ ഒരു ക്രിമികടി മനസ്സിലാവുന്നില്ല നമുക്ക് ആളുകളെ. ഇല്ല, ഈ വലിയ സ്റ്റാൻഡപ്പ് കോമിക്സ് ഒക്കെ വരുമ്പോ ഒരു മൊബൈൽ ലോക്ക്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ രാഹുൽ സുബ്രഹ്മണ്യത്തിന്റെ ഷോ ഇപ്പൊ മൊബൈൽ വെക്കുമ്പോ ഒരു മറ്റേ ലൈറ്റ് അടിച്ച് കാണിക്കും, ലേസർ അടിച്ച് കാണിക്കും. തിയേറ്ററിൽ ശരിക്കും ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് പിടിക്കുന്ന സമയമാണ്. ഇപ്പൊ അതും പ്രൊമോഷനാണ്, ഇപ്പൊ അതും പടത്തിന്റെ പ്രൊമോഷൻ. അതുകൊണ്ട് ആരും അത് ചെയ്യുന്നില്ല, അത് എന്റർടൈൻ ചെയ്യുന്നു. നമ്മൾ ലിയോ ഫസ്റ്റ് ഡേ പോയി കണ്ടു എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ബ്രാഗിങ് സാധനം പോലെയാണ്. നമുക്കില്ല, ജനറൽ ഓഡിയൻസ് പിന്നെ വിജയിക്കും. അല്ലെങ്കിൽ അവിടെ കേറി അപ്പൊ തന്നെ ഇടണം, അപ്പൊ തന്നെ ആൾക്കാർ വിശ്വസിക്കില്ല. കണ്ടോണ്ടിരിക്കുമ്പോ ഇടണം. ഞാൻ ഇവരൊക്കെ കല്യാണം കഴിച്ച് എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുന്നത്. അനീസൊക്കെ ഇവരെയൊക്കെ കല്യാണം കഴിച്ചല്ലെന്ന്. ഇവരൊക്കെ കല്യാണം കഴിച്ച് കൊള്ളാം, അനീസിക്കയുടെ ഫസ്റ്റ് ഹാഫ് കൊള്ളാം. പ്രസംഗം പുള്ളി ആദ്യം പ്രസംഗം പോലെയെന്ന് പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ അത് വർക്ക് ആവുന്നതിന് പുള്ളി ഇടയ്ക്ക് സ്റ്റെപ്സ് ഇട്ട് നോക്കി, ആ സ്റ്റെപ്സ് വർക്കായി. ഫാനാണെന്ന് തോന്നുന്നു, കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, കണ്ടന്റ് ആണ്. കല്യാണം കഴിക്കണ കാര്യം പറ. അല്ല, അതാ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മളത് അപ്ലോഡ് ചെയ്ത് ആദ്യം തന്നെ കാണിക്കണമെന്ന് വിചാരിക്കുന്നത്. അവര് ഫസ്റ്റ് നൈറ്റ് നോക്കിയിട്ട് ഫസ്റ്റ് നൈറ്റ് ആണ് ടൈറ്റിൽ മാത്രമേ സ്പോയിലർ അല്ലോട്ട് വേണ്ട പോളെ. എനിക്കിത് മൊബൈലിൽ കൂടെ കാണുന്ന ഇഷ്ടം. ആ മോൾ ഉറങ്ങിക്കോ, ചേട്ടനുള്ളതായി. അല്ല, ശരിക്കും ചില സിനിമകളില് അവര് ഇപ്പൊ സമയം എത്രയെന്ന് ഞങ്ങൾ പറയാം. ഇല്ല, ഈ സിനിമയില് കുറച്ചൊക്കെ ഇത് ശരിയാകും എന്ന് വിചാരിച്ച ചിലപ്പോൾ സ്ക്രിപ്റ്റ് ചിലപ്പം എല്ലാവർക്കും മനസ്സിലായി സ്ക്രിപ്റ്റിൽ അത്ര സാധനമില്ല. പക്ഷെ ഒരുപക്ഷെ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത്, കാരണം എനിക്ക് വളരെ നല്ല സ്ക്രിപ്റ്റുകളും പൊളിഞ്ഞു പോകണം ഇവർ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻഡസ്ട്രിയിൽ നിന്ന്. സ്ക്രിപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. ഇതിന്റെ ഒരു ബിസിനസ് ആയിട്ട് നോക്കും, ഇന്ന ആർട്ടിസ്റ്റ് ഇന്ന സംഭവം സാറ്റലൈറ്റ് ഇത്ര OTT ഇത്ര. ആ ജോൺ ജോയ കപ്പലിട്ടാ ഓടുന്നു.
ജോൺ അഭിനയിച്ച പടങ്ങളെല്ലാം ഹിറ്റ്. ഞാൻ അഭിനയിച്ചൊരു പടം, ഞാൻ കുറച്ചധികം അഭിനയിച്ചൊരു പടം മാത്രം ഹിറ്റാണ്. അത് തന്നെ, അത് യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണും. ഭാഗ്യം അതിലൊക്കെ എന്റെ അഭിനയം കണ്ട ആൾക്കാർ റിവ്യൂ ചെയ്യാം. ഇപ്പോൾ ജോൺ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അഭിനയിക്കും നിർത്തിയല്ലോ. ശരിയാ, മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മെച്ചപ്പെട്ടിട്ടൊന്ന് അഭിനയിക്കണം, ഭയങ്കര ആഗ്രഹം. നരസിംഹമായി കഴിഞ്ഞ ഇനി ഒരു ആട് പോട്ടെ. ഇല്ല, ഈ ഫെസ്റ്റിവലും ആക്ച്വലി ചിലപ്പോ സിനിമ ഇറക്കണം മുമ്പേ ആൾക്കാർ ഫെസ്റ്റിവലിൽ കാണിക്കാറുണ്ടല്ലോ. നേരത്തെ താടിൽ സ്കിപ്പ് ചെയ്യും, ഇതിൽ സ്കിപ്പ് ചെയ്യും. ആഡ് മതിയായിരുന്നു എന്നല്ലേ. അല്ല, ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവൽ അല്ലേ. ഇപ്പൊ ലിജോ ജോസ് പെലിശ്ശേരിയുടെ പടമൊക്കെ ആദ്യം ഫെസ്റ്റിവലിൽ ഇറക്കി. അതിൽ എവിടെ തപ്പിക്കൊണ്ട് വരുന്നു അല്ലേ, തീർന്നു ആയിരിക്കും അടുത്ത പേര്. ഈ ഒരു സബ്ജക്ട് വലിച്ചു. ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ ഫെസ്റ്റിവലിനായിരുന്ന സമയത്തൊക്കെ തൃശ്ശൂർ പൂരം, തൃശ്ശൂർ ഫിലിം ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവലിന് വരുന്ന റിയലിസ്റ്റിക് ആയിട്ടൊന്നും അവകാശപ്പെടുന്ന പടങ്ങൾ എനിക്ക് കാണാൻ പഴയ കുറെ പടങ്ങൾ തുടങ്ങി എല്ലാ കാറ്റഗറിയിലുള്ള പടങ്ങളുണ്ട്. എല്ലാ കാറ്റഗറിയിലും പടം എനിക്ക് കുറച്ച് താല്പര്യം വീട്ടിലിരുന്ന് സമാധാനം പോസ്റ്റ് ചെയ്ത് കാണാനാണ് ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് പടങ്ങൾ. അങ്ങനെയല്ല, ലൈറ്റ് കാസ്റ്റിംഗ് അല്ല. എനിക്ക് ഫെസ്റ്റിവലിന്റെ ഉദ്ദേശം സിനിമകളിൽ മാത്രമല്ല, അതിനോട് അത്ര അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, അതിനോട് ഭയങ്കര പാഷനുള്ള ആൾക്കാർ വരുന്നത്. അപ്പോ ഈ സിനിമയോട് കുറെ കൂടി സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്ന ഒരു പറഞ്ഞ ഒരു പരിപാടിയാണ്. അവിടെ ഇങ്ങനെ നമുക്ക് ചിലപ്പോ ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഡയറക്ടറിനെ കാണാം. അല്ല, ഇങ്ങനെയുള്ളവരെ പോകുന്നു. പക്ഷെ എനിക്ക് സിനിമയുടെ സീരിയസ് അപ്രോച്ച് പിന്നെ വെറുതെ ഒരു തോൾസഞ്ചിട്ട് നമുക്ക് വെറുതെ കാശല്ലാണ്ട് ബുദ്ധി ചെയ്യണോ ഒരു ബുദ്ധി. അതെ, മറ്റേ ലിയോ പോയി ഷൂട്ട് ചെയ്തിടുന്ന പോലെ തന്നെ ഒരു ഷോ ഓഫ് തന്നെയാണ്. കുറച്ച് അല്ല, എല്ലായിടത്തും ഉണ്ടാവും ഷോ ഓഫ്. അതിനകത്ത് അന്ന് കൂട്ടിയൊക്കെ അപ്പോഴും ആരും മൈൻഡ് ചെയ്തു. അപ്പൊ അവിടെ മാർട്ടിൻ പ്രകട്ട് അകലേ ആളെന്നെ കൊറേ ട്രൈ ചെയ്തിട്ടാ. നീ ഒന്ന് ഡാൻസ് കളിച്ച് നോക്കി, നമുക്ക് എന്തെങ്കിലും ഇടാൻ പറ്റുമോ? എങ്ങനെയാലും അതൊന്ന് വീണ് വെള്ളത്തിൽ പോകണം. അവസാന സീനില് നിങ്ങളൊന്ന് അതിലൊന്ന് ഡാൻസ് കളിക്കുന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. ഡാൻസ് കളിച്ചപ്പോ ഈ ബോട്ടില് ഇല്ല, പുള്ളി വെള്ളത്തിൽ വീഴുമ്പോ അത് തനിക്കുള്ളല്ലേ സൗബിന് വെച്ചേക്കുന്നത്. ആ സീൻ എടുത്ത് വായിക്കുന്നതിന് പറഞ്ഞു സൗബിൻ വെള്ളത്തിൽ പുള്ളി അയ്യോ ചാൻസ് ചോദിക്കും ചാടിയേക്കും. അല്ല, അനീസയ്ക്ക് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എനിക്ക് അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ പറയണം. അങ്ങനെ നോക്കേണ്ടി വരും. റീസൺ എനിക്ക് ബാച്ചിലർ പാർട്ടി ഇറങ്ങിയ സമയത്ത് ബാച്ചിലർ പാർട്ടി ഫസ്റ്റ് ഡേ ഭയങ്കര മോശം റിവ്യൂ ആയിരുന്നു. എനിക്ക് എന്നെ കണ്ടപ്പോൾ ബാച്ചിലർ പാർട്ടി ആൾക്കാർ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ഭയങ്കര മോശം പറഞ്ഞത്. എനിക്ക് പക്ഷേ ബാച്ചിലർ പാർട്ടി ഭയങ്കര കിടിലം പടമാണെന്ന് തോന്നിയായിരുന്നു. പക്ഷെ പിന്നീട് ആൾക്കാർ കണ്ടിട്ട് ബിഗ് ബി ഞാൻ ഫസ്റ്റ് ഡേ കണ്ടാണ്. അന്നും ഒരു മിക്സഡ് റിവ്യൂവിന്റെ ഓളമായിരുന്നു ബിഗ് ബിക്ക് ഉണ്ടായിരുന്നു. ബിഗ് ബി വൻ കിടിലം പടമായിട്ട് എനിക്ക് അന്ന് തോന്നിയായിരുന്നു. ആമയെ ഞാൻ ഫസ്റ്റ് കണ്ട. എനിക്ക് ഇത് തന്നെ സിറ്റുവേഷൻ. അത് തിരിച്ച് ഞാൻ പറഞ്ഞാൽ പുലിമുരുകൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ മായാമോനെ ഇഷ്ടപ്പെടുന്ന പറയുമ്പോൾ എനിക്ക് മാസ് മസാല വരുന്ന പടങ്ങൾ ഇഷ്ടപ്പെടണം എന്നുമില്ല. ചിലപ്പോൾ ചിലത് ഇഷ്ടപ്പെടും. ആൾക്കാർക്ക് സീരിയസ് അപ്രോച്ച് ഉള്ള ആൾക്കാരെയൊക്കെ കൂടുതൽ എന്റർടൈൻമെന്റിന് സമാധാനമായിട്ടും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി സിനിമ കാണാനില്ല കൂടുതൽ ഓടത്തില്ല. നമ്മുടെ വീട്ടിലിരുന്ന് കരഞ്ഞ് ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുന്നവൻ പോയി വീണ്ടും തിയേറ്ററിൽ പോയി കരയേണ്ട കാര്യമില്ല, ഇത് കാണേണ്ട കാര്യമില്ല. അവന് കാണേണ്ടത് എന്താ, അവന് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവന് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് വീട്ടിലിരുന്നാ പോയി. ഞാനതിന്റെ ഉദ്ദേശിച്ചത് പേര് മറന്നു പോയതാ. അല്ല, സിനിമ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു സബ്ജക്റ്റീവ് സാധനമാണ്. ആൾക്കാരെ വെറുതെ വിടാം. അതാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മൊബൈലില് എല്ലാം നമ്മുടെ ഈ സ്ക്രീനിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു, അത് നമ്മളെ കൊണ്ട് എത്ര മാക്സിമം സ്പെൻഡ് ചെയ്യാന്ന് അല്ല നമ്മളടക്കം ട്രൈ ചെയ്യുന്നതാ. ആൾക്കാരെ കുറെ നേരം നമ്മുടെ റീല് കാണണം, നമ്മുടെ വീഡിയോ കാണണം, അവര് നമ്മുടെ ലൈവ് ഷോ കാണണം. സിനിമ ചെയ്യുന്നവനും അത് ഉദ്ദേശം. ഈ റിവ്യൂ ചെയ്യുന്നവനും സിനിമയെ നന്നാക്കാന്നല്ല, എന്നെ ആൾക്കാരെ എത്ര നേരം കാണണം. എല്ലാവർക്കും മാറ്റും പ്രക്കാട്ടുണ്ട് ഇവർ ഇതുവരെ നന്നായി. അല്ല, അങ്ങനെ വരുന്നതിൽ നല്ലതും ചീത്തയും ഉണ്ടാവും സിനിമ. അല്ല, അങ്ങനെ വരുന്ന സിനിമകളിലെ ഞാനാണെന്ന് മറന്നിട്ട് വേണം ചാൻസ് കഴിക്കാൻ പോവാൻ. അപ്പൊ ഒരു കിടില സാധനമാണ്, ഒരു ബോട്ടിന്റെ പ്രിന്റ് ആയിക്കണം, ഒരു ഗിറ്റാർ അത് ഇവന് കൊടുത്താലോ എന്ന് ചോദിക്കും. ജോൺ സെറ്റിപ്പ് ചെയ്തോ, ക്യാമറ ഒക്കെ, ഡ്രോൺ ഒക്കെ. വൈൻഡപ്പ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ വരുന്ന സിനിമകൾ നല്ലതും ചീത്തയും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ നല്ല സിനിമകൾ കാണും, ചിലപ്പോൾ ചീത്ത സിനിമ കാണും. ഇൻഡസ്ട്രി അങ്ങനെ തകർന്നൊന്നും പോകത്തില്ല. ഇവർ വന്ന് റിവ്യൂ ചെയ്താൽ തകർന്നു പോകത്തില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും
ചില സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, ചിലത് OTT കാണാൻ ഇഷ്ടപ്പെടൂല. തിയേറ്റർ എക്സ്പീരിയൻസ് അതാണ്. നമ്മള് സിനിമ കാണാൻ പോകുമ്പം അതേപോലെ തിയേറ്ററിനുള്ളതുണ്ടായിരുന്നില്ല, OTT-യിലുള്ളതുണ്ടായിരുന്നു. സോ കുറച്ച് സമയം കഴിയുമ്പോൾ കൊച്ചു സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് മാറി OTT-യിലേക്ക് മാത്രം വരും. വലിയ സിനിമകൾ തിയേറ്ററിൽ ആൾക്കാർ കാണും. ഹോളിവുഡിലൊക്കെ OTT നമ്മളെക്കാൾ മുന്നേ വന്നതാ. എന്നിട്ട് അവർക്ക് ഇപ്പോഴും സിനിമ തിയേറ്ററിൽ ആൾക്കാർ പോകുന്നില്ല. നമ്മളെക്കാൾ കുറച്ച് അപ്ഡേറ്റ് തിയേറ്ററിൽ പോകുന്നത് അറിയാതിരിക്കുന്ന കളക്ഷൻ, തിയേറ്റർ കളക്ഷൻ അവർ പറയുന്നത്. അവതാറിന്റെ കളക്ഷൻ അവർ പറയുന്നുണ്ട്. ടോം ക്രൂസിന്റെ മിഷൻ ഇമ്പോസിബിൾ പടം. അവിടെ ആകെ 3 പടം ഇറങ്ങുന്നുണ്ട്. അവിടെ ഞാൻ തന്നെ പറഞ്ഞ എല്ലാ പടങ്ങൾക്കും ഓഡിയൻസ് ഉണ്ടാവും, അതാത് ഓഡിയൻസ് ഉണ്ടാവും. പോണ്ട 90% ആൾക്കാർ കണ്ട പടം അനീസിനെ അറിയണുള്ളൂ. അത്രേ ഉള്ളൂ. അത്രയും സിനിമകൾ ഓടത്തുള്ളൂ. തിയേറ്ററിൽ എല്ലാം ഓടുന്ന സിനിമകൾ എല്ലാം ഓടത്തില്ല. ഇത് തന്നെ പറയാം, എല്ലാ സിനിമകളും ഓടത്തില്ല. ഓടേണ്ടത് ഓടും, ബാക്കിയുള്ളത് പോകും. ഇൻഡസ്ട്രി നിൽക്കും. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഒരിക്കലും നിന്ന് പോകുന്നില്ല. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ്. അല്ലാതെ റിവ്യൂ വന്നതുകൊണ്ട് നിന്ന് ഒരു പുതിയ ഇൻഡസ്ട്രിയായി മാറാൻ സാധ്യത. റിവ്യൂവിനെ പറ്റിയ സിനിമ, റിവ്യൂവിനെ പറ്റി സിനിമ ചുപ്പ് എന്ന സിനിമ റിവ്യൂ ചെയ്യുന്നവരെ ആൾക്കാർ കൊല്ലുന്ന സൈക്കോ കില്ലറിനെ പറ്റിയായിരുന്നു. അങ്ങനെയല്ല, റിവ്യൂവിനെ പറ്റിയൊരു സിനിമ. ജയിലറിലും ഉണ്ടല്ലോ, ജയിലറിൽ ഒരു സീനില് ഇപ്പൊ അവര് ട്രോൾ ചെയ്യാൻ തുടങ്ങി. റിവ്യൂസ് ചെയ്യുന്നവരെ സിനിമക്കാർ ട്രോൾ ചെയ്യാൻ തുടങ്ങിയത് അവരുടെ സിനിമയിൽ കൂടെ. പിന്നെ നല്ല സിനിമ ചെയ്യാതെ റിവ്യൂക്കാരെ എടുത്തകത്തിരണം എന്ന് പറഞ്ഞാൽ ശരിയല്ല. അല്ല, ഇത് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ നമ്മൾ ആഴ്ചയിൽ 20 നാളെ വെച്ച് നമ്മുടെ ഷോ കഴിഞ്ഞപ്പോ പോലീസിന്റെ ഡ്യൂട്ടി കയറ്റി. ഇതൊരു അല്ല, സിനിമ ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. സിനിമ ചെയ്യുന്നവർ നന്നായി സിനിമ ചെയ്യണം, റിവ്യൂ ചെയ്യുന്നവർ ആ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. സിനിമ ചെയ്യരുതൊക്കെ താഴെ കമന്റ്. അതല്ല, നിങ്ങൾ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണം എന്ന് ആൾക്കാർ കമന്റ് ചെയ്യുന്നതിനെ നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു.